വളരെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. 1/2 കിലോ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഗ്രേവി ഒട്ടും ഇല്ലാതെയാണ് നമ്മൾ വരട്ടിയെടുക്കുന്ന പോലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1/2 കിലോ ബീഫ് എടുത്ത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ നല്ലതുപോലെ വാർത്തിട്ട് അതൊരു കുക്കറിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ സവോള, ഒരിടത്തര സവോള അത് ചെറുതായി നുറുക്കി അതും ചേർത്തു. 12 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അത് അരിയാതെ അങ്ങനെ തന്നെയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അത് ചതച്ച് ചേർക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വേവിക്കാനായിട്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. പച്ചമുളകും കീറി ചേർത്തു. കുറച്ച് വേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് വെള്ളം ഒട്ടും ചേർക്കാതെ കുക്കറടച്ച് ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ഏലക്ക, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് വറുത്ത് മാറ്റി വെച്ചു. അതേ ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞതും ചേർത്തു. ഒപ്പം വേപ്പില ചേർത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തു. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ ചേർക്കുന്നത്. വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് പകുതി മതി. അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പെരിഞ്ജീരകം, ഏലക്ക, കുരുമുളകിൻ്റെ പൊടിയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് പിന്നെ ബീഫ് ആ സ്റ്റോക്കോട് കൂടെ അതും ചേർത്തു. ഇനി നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കൊന്നെടുത്ത് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. ചാറൊക്കെ വറ്റി കുറുകിയിട്ടുള്ള പരുവമായിട്ട് കിട്ടും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.